അവസാനിച്ചു എന്ന ധാരണയാണ് ഇപ്പോൾ നിലവിലുള്ളത്. തൊണ്ടി മുതൽ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. എത്ര മാസങ്ങളായി അന്വേഷണങ്ങൾ നടക്കുന്നു? ഞാൻ ആദ്യം മുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, തൊണ്ടി മുതൽ എവിടെ? തൊണ്ടി മുതലായ സ്വർണം ഇതുവരെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അറസ്റ്റിലായ ആളുകൾ ഇപ്പൊ 4ാമത്തെ ആള് പുറത്തു വന്നിരിക്കുകയാണ് അല്ലേ? മുകേഷ് ബാബു, മുരാരി ബാബു പുറത്തു വന്നിരിക്കുകയാണ്. ഇനി അടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയും പുറത്തു വരും. എല്ലാ പ്രതികളും പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കേസിന്റെ ഗതി എന്താകും? പുറത്തു വന്ന ആളുകൾ തന്നെ കേസിനെ സ്വാധീനിക്കാൻ ശ്രമിക്കും, തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കും. ഇതൊന്നും കണക്കിലെടുക്കാതെ ഈ അന്വേഷണം ഒരു പ്രഹസനമാക്കി മാറ്റുന്ന നിലയിലേക്ക് പോവുകയാണ്. ഞങ്ങളാരും SITയുടെ ആത്മാർത്ഥതയോ സത്യസന്ധതയോ ചോദ്യം ചെയ്തില്ല. പക്ഷെ ഇപ്പോൾ ചോദ്യം ചെയ്യേണ്ടി വരുന്നു. എന്തുകൊണ്ട് ഭാഗികമായ കുറ്റപത്രം പോലും സമർപ്പിച്ചില്ല? എന്തുകൊണ്ട് പ്രതികൾ ഓരോരുത്തരും പുറത്തു വരുന്നു? ഇത് പറയാനുള്ള ഉത്തരവാദിത്വം SITക്കില്ലേ? ബഹുമാനപ്പെട്ട കോടതിയുടെ നിയന്ത്രണത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരണമെന്നില്ല. പക്ഷേ കോടതി തന്നെ ഈ കാര്യം പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. വൻ ശക്തികളെ രക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നു. മുൻ ദേവസ്വം മന്ത്രി എന്തുകൊണ്ട് ചോദ്യം ചെയ്തിട്ട് നടപടി ഉണ്ടായില്ല? ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? ഇതെല്ലാം പ്രസക്തമായ കാര്യമാണ്. ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തുന്ന ശ്രമങ്ങളാണിതെല്ലാം. ഇതിന് SIT വഴങ്ങി കൊടുക്കുന്നു. ഈ അന്വേഷണം ഒരു പ്രഹസനമായി മാറുന്നു എന്നുള്ളതാണ് സത്യം. പൂർണ്ണ വിശ്വാസം എന്നാണ് SIT അന്വേഷണത്തിന് ക്ലീൻ ചിറ്റ് കൊടുക്കുകയാണ് ഹൈക്കോടതി. ഇപ്പോൾ ഈ കുറ്റപത്രം സമർപ്പിക്കാത്തതുപോലെ സ്വാഭാവിക നടപടികളിലെ പ്രതികൾ ആരും രക്ഷപ്പെടില്ല എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പ്രതികൾ ജാമ്യം കിട്ടി പുറത്തു വരികയല്ലേ? ഉന്നതരായ പ്രതികൾ ജാമ്യം കിട്ടി പുറത്തു വന്നാൽ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയില്ലേ? കേസ് അന്വേഷണം വഴിതിരിച്ചു വിടാനുള്ള സാധ്യതയില്ലേ? ഞങ്ങളാരും SITയെ ഇതുവരെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഇനി പക്ഷെ കുറ്റപ്പെടുത്തേണ്ടി വരും. കാരണം SITയുടെ പുറത്ത് സമ്മർദ്ദം ശക്തമായിട്ടുണ്ട്. തൊണ്ടി മുതൽ കണ്ടെത്തിയിട്ടില്ല. ഇതെല്ലാം ഗൗരവപൂർവമായ കാര്യങ്ങളല്ലേ? ഇത് ജനങ്ങളുടെ മുന്നിലുള്ള കാര്യങ്ങളല്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം അവരുടെ പുറത്തുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ ഇതുവരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നില്ല? ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിലുള്ള ചോദ്യങ്ങളല്ലേ? ഹൈക്കോടതിയെ ഞങ്ങൾ ആരും കുറ്റപ്പെടുത്തുന്നില്ല. ഹൈക്കോടതി ജോലി ഭംഗിയായി ചെയ്യുന്നുണ്ട്. SITയുടെ പുറത്താണ് ഈ സമ്മർദ്ദം മുഴുവൻ. സ്വാഭാവികമായും ഈ ഓരോ പ്രതികളും പുറത്തു വരുമ്പോൾ ജനങ്ങളിൽ സംശയം ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ? 90 ദിവസത്തിനകം കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ പ്രതികൾക്ക് പുറത്തിറങ്ങാൻ കഴിയുമെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? അപ്പോൾ ആ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് പ്രതികൾ ഓരോരുത്തരും പുറത്തു വരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ തൊണ്ടി മുതൽ എവിടെ പോയി? എന്തുകൊണ്ട് അതിനെപ്പറ്റി ആരും മിണ്ടുന്നില്ല? അപ്പോൾ കലിയുഗവരതനായ അയ്യപ്പസ്വാമിയുടെ സ്വർണം അടിച്ചുകൊണ്ട് പോയ ആളുകളെ ആര് സംരക്ഷിക്കാൻ വിചാരിച്ചാലും നടക്കില്ല. ഈ ശ്രമം വളരെ ശാസ്ത്രീയമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ CPMന്റെ നേതാക്കന്മാരകത്ത് കിടന്നിട്ട് അവരുടെ പേര് ചെറുവിൽ അനക്കാൻ പോലും ഗവൺമെന്റ്, മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറിയോ തയ്യാറാകാത്തത് അവർ കൂടുതൽ കാര്യങ്ങൾ വിളിച്ചു പറയുമെന്നുള്ളത് കൊണ്ടല്ലേ? CPM പ്രതിക്കൂട്ടിൽ നിൽക്കുമെന്നുള്ളത് കൊണ്ടല്ലേ അവര് പ്രതികളായിട്ടുള്ളവരുടെ പേരിൽ നടപടി സ്വീകരിക്കാത്തത്? അവര് തുറന്നു പറയുമെന്നുള്ള ഭയപ്പാട് കൊണ്ടല്ലേ? അതുകൊണ്ടാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ഇതെല്ലാം മൂടിവെക്കാൻ ശ്രമിക്കുന്നത്, പാർട്ടി മൂടിവെക്കാൻ ശ്രമിക്കുന്നത്. രക്തസാക്ഷികളുടെ ഫണ്ട് പോലും മുക്കുന്ന ഒരു പാർട്ടിയെ ഞാൻ ലോകത്ത് ആദ്യമായിട്ടാണ് കാണുന്നത്. രക്തസാക്ഷികളുടെ ഫണ്ടിന്റെ കാര്യങ്ങൾ പുറത്തുവിടണമെന്ന് പറഞ്ഞപ്പോൾ മനസ്സില്ലെന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത്. ഈ ഫണ്ട് എവിടെ നിന്നാണ് കളക്ട് ചെയ്ത്? ജനങ്ങളുടെ കയ്യിൽ നിന്നാണ്, പാർട്ടി പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് മാത്രം. പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ച പണത്തിന്റെ കണക്ക് കൊടുക്കണമെന്ന് പറയും. അത് രക്തസാക്ഷി ഫണ്ട് എന്ന് പറയുമ്പോൾ പറയുന്നത് എന്താ? മനസ്സില്ലെന്നാ പറയുന്നത്. ഈ ഇതാണോ പാർട്ടി സെക്രട്ടറി മറുപടി പറയേണ്ടത്?
ശിവൻകുട്ടി പേരെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സോണിയാഗാന്ധിയുടെ പേര് എപ്പോഴും പറയുന്നത്. അപ്പം സോണിയാഗാന്ധിയുടെ പേര് എപ്പോഴും പറഞ്ഞാൽ അദ്ദേഹത്തിന് പ്രസിദ്ധി കിട്ടുമെന്നുള്ളത് കൊണ്ടാണ്. അത് കൈവച്ചാൽ മതി. സോണിയാഗാന്ധി ആരാണെന്ന് നാട്ടിലെ ജനങ്ങൾക്കറിയാം, ഈ ലോകത്തെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. ഒരധികാര സ്ഥാനവും സ്വീകരിക്കാതെ ത്യാഗത്തിന്റെ പ്രതീകമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർന്നു നിൽക്കുന്ന നേതാവാണ് ശ്രീമതി സോണിയാഗാന്ധി. ആ സോണിയാഗാന്ധി അപകീർത്തിപ്പെടുത്താനുള്ള CPM-ന്റെ ഈ ശിവൻകുട്ടിയുടെ നീക്കം അപലപനീയമാണ്. അത് ജനങ്ങളൊന്നും അംഗീകരിക്കേണ്ട കാര്യമല്ല. എവിടെയാണ് സോണിയാഗാന്ധി നിൽക്കുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? അപ്പോൾ CPM ഞങ്ങൾ ചെയ്ത തെറ്റുകൾ മുഴുവൻ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊന്നും ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. സോണിയാഗാന്ധിയുടെ പേര് പറഞ്ഞാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണ് ഇവർ ധരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുമായി എത്ര തവണ ഉണ്ണികൃഷ്ണൻ പോയിട്ട് കണ്ടിട്ടുണ്ട്, ഫോട്ടോ എടുത്തിട്ടുണ്ട്? ആംബുലൻസിന്റെ കീ കൈമാറുന്ന ഫോട്ടോ നമ്മളെല്ലാം കണ്ടതല്ലേ? അപ്പൊ ഒരു ഫോട്ടോയുടെ പേരിൽ ഒരാളെ ഞങ്ങളാരും കുറ്റപ്പെടുത്തിയിട്ടില്ല. ഇപ്പൊ നമ്മൾ നടന്നു പോകുമ്പോൾ എത്ര പേര് നമ്മളത് ഫോട്ടോ എടുക്കും? ചിലപ്പോൾ അയാൾ കള്ളനാണോ കൊള്ളക്കാരനാണോ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പൊ അത് ഫോട്ടോയുടെ പേരിൽ ഒരാളിനെ കുറ്റപ്പെടുത്തുന്നത് ഞങ്ങളാരും കുറ്റപ്പെടുത്തിയിട്ടില്ല. ആശങ്കയില്ല എന്ന് ഹൈക്കോടതി പറയുന്നു. ഒപ്പം ഹൈക്കോടതിക്ക് മറ്റ് ഈ അന്വേഷണത്തിൽ ഒരാശങ്കയുമില്ല, എല്ലാം കൃത്യസമയത്ത് നടപ്പിലാകും. അതായത് കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകും. അല്പം കൂടി സമയം നൽകുമെന്നാണ് ആ കോടതി പരാമർശത്തെ കോൺഗ്രസ് സ്വാഗതം ചെയ്യുന്നു. അല്ല, ഞങ്ങൾ പറയുന്നത് എന്താണ്? ജനങ്ങളുടെ ആശങ്കയാണ് ഞങ്ങൾ രേഖപ്പെടുത്തുന്നത്. മുൻ ദേവസ്വം ബോർഡ് മന്ത്രിയെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത ശേഷം പിന്നൊന്നും ഉണ്ടായില്ല. ഇപ്പോഴത്തെ മന്ത്രി വാസവനെ ചോദ്യം ചെയ്തിട്ടില്ല. ഇതിന്റെ ധാരാളം ആളുകൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തു വരുന്നു. ഇവരൊക്കെ പ്രതികളെ സ്വാധീനിക്കുമെന്ന് ജനങ്ങളുടെ ആശങ്കയുണ്ട്. ഇത് ഞങ്ങൾ പിന്നെ പറയാതെ ഇവിടെ പോകും. പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് SITയുടെ പുറത്ത് സമ്മർദ്ദമുണ്ട്. അത് സത്യമാണ്. ഞങ്ങൾ ആവർത്തിച്ച് പറയും, സമ്മർദ്ദമുണ്ട്. ആ സമ്മർദ്ദത്തെ അതിജീവിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ അവർക്ക് കഴിയുന്നു. അതാണ് വേണ്ടത്. ഞങ്ങൾ അവരെ കുറ്റപ്പെടുത്തുന്നതല്ല. കാരണം അവരെല്ലാം കേരള പോലീസിലെ ഉദ്യോഗസ്ഥന്മാരാണ്. സമ്മർദ്ദം സ്വാഭാവികമാണ്. അല്ല, ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞത് അവരങ്ങനെ പ്രവർത്തിക്കണമെന്ന് തന്നെയാണ്. ആ സമ്മർദ്ദത്തിന് വശംവദരാകാൻ പാടില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. സമ്മർദ്ദം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെലുത്തുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ഞങ്ങളുടെ കയ്യിൽ അതിന് ആവശ്യമായ എല്ലാ വിവരങ്ങളും ഉണ്ട്. പക്ഷേ അത് കണക്കിലെടുക്കാതെ സത്യസന്ധമായ നിലയിൽ അവർ പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. അത് വരട്ടെ. അതെന്താ അടിയന്തര പ്രമേയം വരാത്തത്? സഭ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് ഞങ്ങളുടെ UDF പാർലമെന്ററി പാർട്ടി തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മന്ത്രി രാജിവെക്കണം എന്നുള്ളതല്ലേ ഞങ്ങളുടെ ഡിമാൻഡ്. അത് അംഗീകരിക്കാത്തോളത്തോളം കാലം സഭയുമായി സഹകരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഈ ഗവൺമെന്റിന്റെ പാപ്പരത്വമാണ് തെളിയിക്കുന്നത്. ഇത്തരം വിഷയങ്ങളിൽ ശബരിമല പോലെയുള്ള ഏറ്റവും സുപ്രധാനമായൊരു വിഷയത്തിൽ സർക്കാർ കളിക്കുന്ന കള്ളക്കളി അത് ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. അതിനുവേണ്ടിയാണല്ലോ നമ്മുടെ സ്ക്രീനിങ് കമ്മിറ്റി അതിനുവേണ്ടി സ്ക്രീനിങ് കമ്മിറ്റി ചേർന്നിട്ട് അടുത്ത നടപടികളിലേക്ക് പോകും. എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കണമെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. സ്ഥാനാർത്ഥികളാരും സ്വയം പ്രഖ്യാപിക്കരുതെന്ന് KPC പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ആരും സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളില്ല. ഈ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിലും ഒക്കെ ചുമ്മാ ആളുകളുടെ പേരുകൾ പറയുന്നതാണ്. അത് നിങ്ങളാരും വിശ്വസിക്കരുത്, ജനങ്ങൾ വിശ്വസിക്കരുത്. പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോഴും മാത്രമേ അത് വിശ്വസിക്കാവൂ. സാമൂഹ്യ മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഓരോ ആളുകൾ സ്വയം തയ്യാറാക്കി സ്ക്രിപ്റ്റുകൾ കൊടുക്കാറുണ്ട്. ദയവായി ആ സ്ക്രിപ്റ്റുകൾ ആരും വിശ്വസിക്കരുത്. പാർട്ടി ഹൈക്കമാൻഡ് എടുക്കുന്ന ഫൈനൽ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ